കടലിൽ കുടുങ്ങി. ആ മനുഷ്യൻ തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ പെട്ടെന്ന് കടലിൽ ഒരു ചെറിയ മത്സ്യത്തെ പിടികൂടി. എന്നിരുന്നാലും അദ്ദേഹം അത് സ്വയം കഴിച്ചില്ല. പകരം അത് തന്റെ അടുത്തുള്ള വനിതാ ബോസുമായി പങ്കിടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുകയും തുടർന്ന് ചില പ്രകൃതിഗത മസാലകൾ ചേർക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ അത് വനിതാ ബോസിന് കൈമാറി. പക്ഷേ രുചികരമായ ഭക്ഷണം ശീലിച്ച സ്ത്രീക്ക് അത് കണ്ടപ്പോൾ ഛർദ്ദിക്കാൻ തോന്നി. എന്നിരുന്നാലും അവളുടെ വയറിന് അസഹനീയമായ വിശപ്പുണ്ടായിരുന്നു. ഓക്കാനം തടഞ്ഞു നിർത്താനും അത് കഴിക്കാൻ തയ്യാറാകാനും അവൾക്ക് സ്വയം നിർബന്ധിക്കേണ്ടി വന്നു. എന്നിരുന്നാലും അവൾക്ക് വളരെ വെറുപ്പ് തോന്നി. അത് വലിച്ചെറിയാൻ അവൾ ആഗ്രഹിച്ചു. അവൾ ഭക്ഷണം തനിക്കായി ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് ആ മനുഷ്യൻ കരുതി. അപ്രതീക്ഷിതമായി അവൾ അത് അവന്റെ മുന്നിൽ വച്ച് വീണ്ടും കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മനുഷ്യന് ദേഷ്യം കൊണ്ട് ഭ്രാന്തു പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അകലെയല്ലാത്ത ഒരു ബോട്ടുണ്ടെന്ന് ആ സ്ത്രീ ശ്രദ്ധിച്ചു. ഇതുകണ്ട ആ മനുഷ്യൻ വേഗം വിസിൽ മുഴക്കി. എന്നാൽ ഒരിക്കൽ അത് ഊതുന്നതിനു മുമ്പ് ആ സ്ത്രീ അത് തട്ടിയെടുത്തു. പിന്നീട് അബദ്ധവശാൽ സ്ത്രീ വിസിൽ കടലിലേക്കിട്ടു. ആ മനുഷ്യൻ വളരെ ദേഷ്യത്തിലായിരുന്നു. അവൻ അവളെ കുത്താൻ ആഗ്രഹിച്ചു. പക്ഷേ ഒടുവിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ബോട്ട് കൂടുതൽ ദൂരേക്ക് നീങ്ങിയപ്പോൾ ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് യുവതി തിരിച്ചറിഞ്ഞു. ഉടനെ അവൾ തന്റെ അഹങ്കാര മനോഭാവം ഉപേക്ഷിച്ച് പിറ്റേന്ന് ഉണർന്നപ്പോൾ ഒരു വശത്ത് കിടന്നു. അവൾ അമ്പരപ്പിക്കുന്ന ഒരു രംഗം കണ്ടു. അകലെ ഒരു പർവ്വത കൊടുമുടി ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷനെ ഉണർത്തിയ ശേഷം അവർ രണ്ടുപേരും ആവേശത്തോടെ കരയിലേക്ക് തുഴഞ്ഞു.